അസ്സലാമു അലൈക്കും. ഷാനുക്ക, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉമ്മാനോട് പറയരുതട്ടോ. ഇല്ലടേ, നീ പറ. ഞാൻ ഉമ്മാനോട് ദേഷ്യമാവെന്ന് കരുതിയാണ് നീ പറയാതിരിക്കുന്നതെങ്കിലേ ഞാൻ ഉമ്മാനോട് ചോദിക്കൂല. നിൻ്റെ മനസ്സിലെ സങ്കടം എന്നോട് തുറന്നു പറയാതിരിക്കരുത്. അത് കേട്ട് അവൾ ഒരു നിമിഷം അവനോട് പറയണോ വേണ്ടി എന്ന് ആലോചിച്ചു. നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ പറയേ പെണ്ണേ, എന്താ കാര്യം? റിനു ഷാനുക്കായും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ഉമ്മ എന്നോട് പറഞ്ഞതിലേ എനിക്ക് യാതൊരു സങ്കടവുമില്ല. കാരണം എനിക്കറിയാം ഈ മനസ്സിലിപ്പോൾ ഞാനല്ലാതെ മറ്റാരുമില്ലെന്ന്. പക്ഷേ ഈ പക്ഷി കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. വേഗം പറ പെണ്ണേ. ഉമ്മ പറയല്ലേ, ഞാൻ കാരണമാണ് ഷാനുക്കാക്ക് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന്. എൻ്റെ മനസ്സ് നന്നല്ല എന്ന്. അത് പറയുമ്പോൾ അവൾ കരച്ചിലിനെ വക്കിലെത്തിയിരുന്നു. ഷാനുക്കായും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിക്കൊണ്ടവൾ ചോദിച്ചു. അയ്യേ, ഈ മണ്ടതരം കേട്ടിട്ടാണോ നീ സങ്കടായത്? എൻ്റെ പെണ്ണ് ഇങ്ങനെ തൊട്ടാവാടെയായാലോ? അവർക്ക് വിവരമില്ല, അതാണ് ഇതുപോലെ ഓരോ വിഡിത്തം വിളിച്ച് പറയുന്നത്. അത് നിനക്കറിയൂലേ? അതൊക്കെ കേട്ട് സങ്കടാവാൻ നിന്നാലേ അതിനുള്ള സമയം കാണും മോളെ. നീ അല്ല, നിൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും എനിക്ക് വരാനുള്ളത് വരും. അതൊന്നും ആരുടെയും കുറ്റമല്ല കേട്ടോ. പിന്നെ എന്തിനാ ഉമ്മ പറയുന്ന പൊട്ടത്തരം കേട്ട് നീ ടെൻഷനാവുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേടി, ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ അങ്ങ് വിട്ടേക്കണമെന്ന്. നിനക്കറിയോ എൻ്റെ ഉപ്പ എന്നെ വിട്ടുപോയതിന് ശേഷം ഈ ഉമ്മ കാരണം ഞാൻ എന്തോരം വേദനിച്ചിട്ടുണ്ടെന്ന്? ഉമ്മാൻ്റെ ആളുകൾക്ക് മുന്നിൽ വെച്ച് എന്നെ അഭിമാനിക്കും. കറുത്തവനെ, ഒന്നിനും കൊള്ളാത്തവനെ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ കാണാതെ ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് എന്നെ കുറ്റം പറയും. ഉമ്മാൻ്റെ ആളുകളുടെ മുമ്പിൽ ഉമ്മ എന്നെ എത്ര തവണ അവഗണിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് നിനക്കറിയോ? എല്ലാം കണ്ടും കേട്ടും കണ്ണീർ വാർക്കാനേ അന്ന് എനിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷെ വളരും തോറും വാശിയോടെ തന്നെ ഞാൻ മുമ്പോട്ട് പോയി. അവരെ വാക്കുകൾക്ക് മുമ്പിൽ തളർന്നു പോയാൽ എനിക്കറിയാം പിന്നെ ഒരിക്കലും എനിക്കൊരു ഉയർച്ച ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് അവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോയി. അതുകൊണ്ട് എനിക്ക് ആരുടെ മുന്നിലും തല കുനിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇന്നവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് യാചിക്കണം. അന്ന് അവർ എന്നെ അവഗണിച്ച് മാറ്റി നിർത്തുമ്പോൾ ഓർത്ത് കാണില്ല നാളെ ഇവൻ എനിക്ക് തണലാകുമെന്ന്. എന്നെപ്പോലെ നീയും ആവണം പെണ്ണേ. അവരെ വാക്കുകൾക്ക് മുന്നിൽ ഒരിക്കലും തളരാൻ പാടില്ല. അവർ പറയുന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കണം. ഇല്ലെങ്കിലേ എൻ്റെ പെണ്ണിന് ഇങ്ങനെ മോങ്ങാനേ സമയം കാണും. ഞാൻ പറഞ്ഞത് വല്ലതും ഈ മണ്ടയിൽ കയറിയോ? കയറി. ഷാനുക്ക പറഞ്ഞതുപോലെ ഇനി ഞാൻ അവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കൂല. പറഞ്ഞാൽ മാത്രം പോരടി, പ്രാവർത്തികാക്കണം. പ്രാവർത്തികാക്കും. ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അവരുടെ മൂർച്ചയുള്ള വാക്കുകൾക്ക് മുമ്പിൽ തളരാതെ പിടിച്ചു നിന്ന ഷഹിൻഷയുടെ പെണ്ണാണ് ഈ ജിൻഷിദ എന്ന്. അതാണ് ഇപ്പോഴാണ് എൻ്റെ പെണ്ണിന് വിവരം വന്നത്. അവളുടെ കവിളിൽ പിച്ചു കൊണ്ടുവൻ പറഞ്ഞു. ഇനി ഞാൻ താഴേക്ക് പോയിക്കോട്ടെ? താഴെ ആരാടി ഉള്ളത്? നിന്റെ കെട്ടിയവൻ ഇവിടെയല്ലേ ഉള്ളത്? അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അവൻ ഇരുന്നത്. കിച്ചണിലെ കുറച്ചുകൂടെ ജോലി ബാക്കി ഇരിപ്പുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരായിക്കാ. വേണ്ട, നീ ഇപ്പോൾ എവിടേക്കും പോവില്ല. ബാക്കി ജോലി വേണമെങ്കിൽ ഉമ്മ ചെയ്തോട്ടെ. ഇനി ഉമ്മാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ കിടന്നോട്ടെ. വയ്യാത്ത ഉമ്മ ഒന്നല്ലല്ലോ. നല്ല കുട്ടിയല്ലേ? ഈ കാര്യത്തിൽ ഞാൻ നല്ല കുട്ടിയല്ല. ഉമ്മ വന്ന് വിളിച്ചാലോ? വിളിച്ചാൽ ഞാൻ മറുപടി കൊടുത്തോളാം. അതൊക്കെ എനിക്കറിയാം. കുറേ സമയമായില്ലേ ഇങ്ങനെ ഇരിക്കുന്നത്? കിടന്നാലോ? ആദ്യമൊക്കെ ജിനു എനിക്ക് അധിക സമയം ഇരിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ബുദ്ധിമുട്ട് അങ്ങനെ തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ കാലുമെല്ലെ ചലിപ്പിക്കാനും പറ്റുന്നുണ്ട്. ദേ നോക്ക്, അവൻ കാലുമെല്ലെ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടവൾ സന്തോഷം കൊണ്ട് ബെഡിൽ നിന്നും എണ്ണീറ്റ് കാലിൽ മെല്ലെ ഒന്ന് തടവി. 3 മാസമായി ഞാൻ ഈ കിടപ്പ് കിടക്കുന്നു. ഈ 3 മാസത്തിൽ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല ഇങ്ങനെയൊരു മാറ്റം. കാരണം ഡോക്ടർമാർ പറഞ്ഞത് 6 മാസം എന്നല്ലേ. ചിലപ്പോൾ 6 മാസത്തിൽ കൂടുതലാവാം എണീറ്റ് നടക്കുമെന്ന്. പ്രതീക്ഷയില്ലാത്തൊരു ആളായിരുന്നു ഞാൻ. പടച്ചോനെ, എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റുമോ? 5 നേരവും പടച്ചോനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഷാനുക്ക വേഗം ഒന്ന് എണീറ്റ് നടക്കാൻ വേണ്ടിയാ. പഴയ ചുറുചുറുക്കോടെ എൻ്റെ ഷാനുക്ക എണീറ്റ് നടക്കണം. തളർന്നു വീഴുമ്പോൾ തളരാതെ കൂട്ടിരുന്ന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിലേ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകും. ഇവിടെ നീയും ആദിയുമാണ് എൻ്റെ ശക്തി. അല്ല, പറഞ്ഞ പോലെ ആദ്യം എവിടെ? അവനിവിടെ കണ്ടില്ലല്ലോ. അവനെ ഞാൻ അവൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു.
എൻ്റെ ഭാര്യൻ്റെ സങ്കടം മാറ്റേണ്ടേ? അതിന് അവൻ കുറച്ച് സമയം മാറി നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ സങ്കടമൊക്കെ മാറിയില്ലേ? പെണ്ണെ, ആ മാറി. ശരിക്കും മാറിയോ? അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഷാനുഖാനോട് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴേ എൻ്റെ എല്ലാ വിഷമങ്ങളും എവിടേക്കേ ഓടി ഒളിച്ചു ഷാനുഖ. പെണ്ണേ, ഓടി ഒളിക്കുന്നതൊക്കെ കൊള്ളാട്ടോ, പക്ഷെ നിൻ്റെ സങ്കടങ്ങളോടെ പറയണം, ഇനി മേലിൽ പുറത്തേക്ക് വരണ്ടാന്ന്. കുറേ സമയം ഫോണിൽ വീഡിയോസ് കണ്ടിരുന്നപ്പോൾ ആദിയുടെ ഫോണിലെ ചാർജ് കഴിഞ്ഞിരുന്നു. ഷാനുവിൻ്റെ വിളിയൊന്നും ഇല്ലെന്ന് കണ്ട ആദി ഫോൺ ചാർജിലിട്ട് പുറത്തേക്കിറങ്ങി. ഭാര്യയും ഭർത്താവും കൂടെ എന്നെ അങ്ങ് പുറത്താക്കി. അവിടെ അങ്ങ് കൂടിയോ? രണ്ടിൻ്റെയും യാതൊരു വിവരവുമില്ലല്ലോ. ഷാനുവിൻ്റെ റൂമിലെത്തിയ ആദി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി. അവൻ താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിലിരുന്ന് റിനു ടി വിയിൽ ന്യൂസ് കാണുകയായിരുന്നു. തനിച്ചേ ഉള്ളൂ ഇവിടെ? ഉമ്മയും ഷാഹിയും എവിടെ പോയി? ഉമ്മ റൂമിലുണ്ട്, ഷാഹി എവിടെ പോയെന്ന് എനിക്കറിയില്ല. നീ ഇരിക്കെ, എൻ്റെ കൂടെ കുറച്ച് ന്യൂസ് കാണാം. അല്ല, നിങ്ങൾക്ക് സീരിയൽ ഭ്രാന്തൊന്നുമില്ലേ? ഏയ്, എനിക്കിഷ്ടമല്ല. ഒരു തവണ കണ്ടാൽ പിന്നെയും കണ്ടിങ്ങനെ ഇരിക്കണം. പിന്നെ അതിൽ അഡിക്റ്റ് ആവും. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത്? ന്യൂസ് കാണുന്നതിനിടയിൽ റിനു ആദിയോട് അവൻ്റെ വീട്ടുകാര്യങ്ങൾ ഓരോന്ന് തിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം അവളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ നല്ല കൂട്ടായി. ആദിയുടെ സംസാരവും പെരുമാറ്റവും റിനുവിന് നന്നായി ബോധിച്ചു. ഷാനുഖാക്ക് എന്തുകൊണ്ട് യോജിച്ച ആളെ തന്നെയാണ് ഷാനുഖ തിരഞ്ഞെടുത്തതെന്ന് അവൾ സ്വയം പറയുകയും ചെയ്യും. നീ നാളെ പോവോ? പോവണം, ഒരു ദിവസത്തെ ലീവാണുള്ളത്. അവൾ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു. നമുക്ക് ലീവ് നീട്ടി കിട്ടാൻ ഒരു അപേക്ഷ അയച്ചാലോ? കിട്ടുമെന്ന് തോന്നുന്നില്ല, എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്ക്, കിട്ടാതിരിക്കില്ല. വീണ്ടും അവർ പലതും സംസാരിച്ചു കൊണ്ട് അവിടെ ഇരുന്നു. അപ്പോഴാണ് ഷാഹി കയറി വരുന്നത് കണ്ടത്. ഉമ്മ എവിടെ റിനു? ചോദ്യം അവളോടാണെങ്കിലും നോട്ടം ആദിയിലായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം അവർ തമ്മിൽ മിണ്ടാറില്ല. ഉമ്മ റൂമിൽ കാണും. എനിക്കൊരു ജോലി ശരിയായി, ഞാൻ ആ കാര്യം ഉമ്മാനോട് പറയട്ടെ. എന്നാൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടക്കും. റിനുവിനെ നോക്കിയാണ് ആദി പറഞ്ഞെങ്കിലും റൂമിലേക്ക് പോകുന്ന ഷാഹി ആദി പറഞ്ഞത് കേട്ടിരുന്നു. നിനക്ക് ചോദിക്കായിരുന്നില്ലേ എന്ത് ജോലിയാണെന്ന്? എന്താ, നിങ്ങൾ തമ്മിൽ മിണ്ടില്ലേ? ഇല്ല. ഇവിടെ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഉമ്മ ഇല്ലാത്ത ദിവസം. അതിൻ്റെ പേരിൽ എനിക്ക് അവനൊന്ന് പെരുമാറേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ അധികം മിണ്ടാറില്ല. ആദി അധികം വിശദീകരിക്കാതെ അവൾക്കൊരു മറുപടി കൊടുത്തു. എനിക്കും അവനോട് എന്തോ ഒരു സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അവൻ്റെ ജോലിക്കാര്യത്തിലെ ഞാനത്ര താല്പര്യം എടുക്കാത്തത്. അവൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജിനു ഇറങ്ങി വരുന്നത്. നേരത്തെ കണ്ടതുപോലെയല്ല, മുഖത്തെ കാർമേഘങ്ങളെല്ലാം തെളിഞ്ഞ് അവിടെ ചന്ദ്രൻ നക്ഷത്രങ്ങളും ഒരുമിച്ച് മിന്നിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ സാറ് കാര്യമായിട്ട് എന്തോ കൊടുത്തിട്ടുണ്ട്. അവരെ രണ്ടാളെയും നോക്കിയൊന്ന് ചിരിച്ച ശേഷം അവൾ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ ചെല്ലുമ്പോൾ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ദോശയ്ക്കുള്ള മാവ് വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഇത്ര വേഗം ഉമ്മ ഇതൊക്കെ ചെയ്തോ? അവൾക്ക് സംശയമായിരുന്നു. ജോലിയൊന്നും ഇല്ലെന്ന് കണ്ട അവർക്കരികിൽ കുറച്ചു നേരം ഇരുന്ന് ടി വി കണ്ടു. റിനു വന്നതിന് ശേഷം ഒരടുപ്പം ഇതുവരെ ജിനു അവളോട് കാണിച്ചിട്ടില്ല. അത് അവളോട് ദേഷ്യമായിട്ടില്ല, എന്തോ അവളുടെ മനസ്സ് അതിനെ അനുവദിക്കാത്തതുപോലെ. ഇനിയും മിണ്ടാതെ നിന്നാൽ അവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായി ചിന്തിച്ചാലോ എന്നൊരു ആലോചന അവൾ മനസ്സിലേക്ക് കടന്നുകൂടി. അതുകൊണ്ട് അവളോട് മിണ്ടാതെ തന്നെ തീരുമാനിച്ചു. ഉമ്മ എവിടെ റിനു? അവളോട് എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതി സംസാരത്തിന് തുടക്കം കുറിച്ചു. ഇതെല്ലാം ആദി അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉമ്മ റൂമിലുണ്ട്, വയ്യാന്ന് പറഞ്ഞ് കിടക്കാണ്. അപ്പോൾ കിച്ചണിലെ ബാക്കി ജോലിയെല്ലാം ആരാ ചെയ്തത്? ഞാൻ. റിനു എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയത്? അതൊക്കെ ഞാൻ ചെയ്യൂലായിരുന്നോ? അതിനിപ്പോൾ എന്താ, ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ജോലിയല്ലേ. നീ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലെ തന്നെയല്ലേ. അവർ സംസാരിക്കുമ്പോൾ ആദി രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. രണ്ടാളും അളന്നു തൂക്കിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ രണ്ടാളും സംസാരിക്കട്ടോ, ഞാനിന്ന് ഷാനുവിൻ്റെ അടുത്തേക്ക് പോവട്ടെ. അവൻ അടുത്തുണ്ടായിട്ടാണ് അവർക്ക് സംസാരിക്കാൻ മടിയെന്ന ധാരണയായിരുന്നു ആദിയിൽ. അതാണ് അവൻ അവിടേക്കിടയിൽ എണീറ്റ് പോയത്. എന്താണ് മണവാളനൊരു ആലോചന? റൂമിലേക്ക് കയറി ആദി എന്തോ ആലോചനയിലായി കിടക്കുന്ന ഷാനുവിനെ നോക്കി ചോദിച്ചു. ഹോ, വന്നോ, നീ എവിടെയായിരുന്നു? പിന്നെ ഭാര്യയും ഭർത്താവും ചേർന്ന് എന്നെ പുറത്താക്കിയിട്ട് ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ? നാണല്ലേ മനുഷ്യ എന്നോട് ഇങ്ങനെ ചോദിക്കാം? എനിക്ക് കുറച്ച് നാണം കുറവാ. ഇനി നിൻ്റെ മുമ്പിൽ നാണിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. നിൻ്റെ മുമ്പിൽ എൻ്റെ നാണവും മാനവും എന്നോ നഷ്ടപ്പെട്ടില്ലേ? ഈ വേദന കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്ന്. പിന്നെ എന്തിനാവണമോ
ഭക്ഷണം കഴിക്കാൻ സമയമെങ്കിലേ ഞാൻ പൊണ്ടാട്ടിയോട് പോയി ഭക്ഷണം കൊണ്ടുവരാൻ പറയാം. സമയമായിട്ടില്ല, ഇച്ചിരി കൂടി കഴിയട്ടെ. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്തേ, നിനക്ക് പെണ്ണ് ശരിയായോ? അതിന് ആരെങ്കിലും സന്തോഷിക്കോ? സാറിൻ്റെ അനിയനെ ജോലി ശരിയായല്ലോ. നീ സ്വപ്നം കണ്ടതാണോടാ? അല്ല, അത് ആ റിൻഫയോട് അവൻ പറയുന്നത് ഞാൻ കേട്ടതാണ്. എന്ത് ജോലിയാ? അതൊന്നും അറിയില്ല. ജോലി കിട്ടിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്ത് ജോലിയെന്ന് അവൾ ചോദിച്ചതുമില്ല. ആ, എന്തെങ്കിലും ആവട്ടെ, കിട്ടിയ ജോലിയിലേ ഉറച്ചു നിന്നാൽ മതിയായിരുന്നു. എന്നാലും എന്ത് ജോലിയാവും കിട്ടിയത്? അവനെപ്പോലെ ഒരാൾക്ക് ആരാവും ജോലി കൊടുത്തത്? അതറിയാഞ്ഞിട്ട് ഷാനുവിന് ഒരു ആകാംക്ഷ. ആദ്യം പറയുന്നത് കേട്ട് ഷാനു അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി. എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാനങ്ങ് പോയേക്കാം. അറിയാനുള്ള ആകാംക്ഷ കൊണ്ടേ പറഞ്ഞതാ. പോയാൽ കൊല്ലും ഞാൻ. ഇവിടെ നിന്നാലും അത് തന്നെയല്ല അവസ്ഥ. ഡയലോഗ് അടിക്കാതെ ഭക്ഷണം കൊണ്ടുവരാൻ പറയടാ. ഇതല്ലേ കുറച്ച് മുമ്പ് ഞാൻ ചോദിച്ചത്? അപ്പോൾ സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. ആ, ഇപ്പോൾ എനിക്ക് സമയമായി, കൊണ്ടുവാ. ഓ, ഇങ്ങനെ സഹിക്കുന്ന എനിക്കും ഭാര്യയ്ക്കും അവാർഡ് തരണം. ഷാനു കേൾക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞതെങ്കിലും ഷാനു അവൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നില്ല. ജിനുവിനോട് ഷാനുവിനെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരാൻ പറയാൻ ആദി താഴേക്കരയ്ക്ക് ചെല്ലുമ്പോഴാണ് താഴെ നിന്നും ഉമ്മാൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുന്നത്. അത് എന്തോ വഴക്കാണെന്ന് മനസ്സിലാക്കി ആദി സ്പീഡിൽ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തുമ്പോൾ കാണുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജിനുവിനെയായിരുന്നു. എന്ത് പറ്റി? എന്താ? ആദി അവൾക്ക് അരികിലേക്ക് നിന്ന് ചോദിച്ചു. അല്ലെങ്കിലും അവൾക്ക് കരയാനല്ലേ അറിയൂ. ഇവിടെ കരയാൻ മാത്രം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവൾ ചുമ്മാ കരയോ? കാര്യം അറിയാതെ സംസാരിക്കലേ ചെക്ക. അവൾ ഷാനുവിന് ഭക്ഷണം എടുക്കുമ്പോഴേ അവളോട് ഞാൻ ഷായി കൂടെ എടുക്കാൻ പറഞ്ഞു. അത് അവൾക്ക് പറ്റൂലെന്ന്. ഉമ്മ അത് പറഞ്ഞപ്പോൾ പ്രശ്നം അതല്ലെന്ന് അവൾ വിലങ്ങനെ തല ചലിപ്പിച്ചുകൊണ്ട് ആദിയെ നോക്കി. ഉമ്മ പറഞ്ഞത് കള്ളമാണെന്നും അവളെ വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് ഇവിടെ നടന്നിട്ടുണ്ടെന്നും ആദിക്ക് മുൻപേ മനസ്സിലായി. സംസാരിച്ച് നിൽക്കാതെ ഭക്ഷണവുമായി ഷാനുവിൻ്റെ അടുത്തോട്ട് ചെല്ലേ. അതേ, ഷാനുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ണു തുടച്ചിട്ട് പോയിക്കോ. നിന്റെ മുഖമൊന്ന് മാറിയാൽ ഷാനുവിനത് മനസ്സിലാവും. ഉമ്മ കേൾക്കാതെ സ്വകാര്യം പോലെയായിരുന്നു ആദ്യം അവളോട് പറഞ്ഞത്. ആദ്യം അത് പറഞ്ഞപ്പോൾ മുഖം കഴുകിയതിനു ശേഷമാണ് അവൾ ഭക്ഷണവുമായി ഷാനുവിൻ്റെ അടുത്തേക്ക് പോയത്. ജിനു പോയി കുറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് റിൻഫ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല. ഉമ്മ കേൾക്കി ഒന്നും ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് സമയം TV കാണാം. അവസരം കിട്ടിയാൽ ഉമ്മ കേൾക്കാതെ അവളോട് കാര്യങ്ങൾ തിരിക്കുകയും ചെയ്യാം. ഭക്ഷണം കഴിച്ചോ ആദി? ഇല്ല, സാറിന് അവൾ ഭക്ഷണം കൊടുത്ത് വരട്ടെ, എന്നിട്ട് കഴിക്കാം. എങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി TV കാണാം. ജിനു വന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അതല്ല, കുറച്ച് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? ആദ്യം ചുറ്റും ഒന്ന് നോക്കി ആരും അടുത്തില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു റീനിനോട് ചോദിച്ചത്. ഇല്ലല്ലോ, ഞാൻ ബാത്റൂമിൽ പോകുന്നവരെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. എന്താ? അല്ലേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉമ്മ ജിനുവിനോട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അത് കേട്ട് കരയുന്നുണ്ട്. എന്താ കാര്യമായെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു നിങ്ങളെന്തെങ്കിലും മറിഞ്ഞു കാണുമെന്ന്. ഇല്ല, ഞാനേ ബാത്റൂമിലേക്ക് മേലു കഴുകാൻ പോയതായിരുന്നു. നിനക്ക് അവളോട് ചോദിക്കാമായിരുന്നില്ലേ? ഉമ്മ അരികിലുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചില്ല. ഉമ്മ കാര്യമായിട്ട് എന്തോ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ഷാനുക കാണാതെ ചോദിച്ചു നോക്കി, അവൾ നിന്നോട് പറയാതിരിക്കില്ല. ഞാൻ ചോദിച്ചു നോക്കാം. എങ്കിലേ നീ ഇരിക്കും, ഞാൻ പോയി ഭക്ഷണം എടുത്ത് വെക്കട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ജിനുവിൻ്റെ ജോലി കഴിയുന്നത് വരെ ആദി ഹാളിൽ തന്നെ ഇരുന്നു. പിന്നെ അവളെ ജോലിയെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നത് കണ്ട് ആദ്യം അവൾക്ക് പിന്നാലെ ചെന്നു. ഒന്ന് എവിടെ നിന്നേ? അവനെ കണ്ടിട്ടും എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? അതിനവൾ അവനെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തിനാ നേരത്തെ കരഞ്ഞത്? ഉമ്മ എന്ത് പറഞ്ഞ വേദനിപ്പിച്ചത്? ഇങ്ങനെ നോക്കാതെ പറയേ. ഞാനേ ഷാനുക്കാക്ക് ഭക്ഷണം എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു പ്ലേറ്റും ഭക്ഷണം കൂടി തറയിലേക്ക് വീണുപോയി. എന്നിട്ട് അതിന് ഉമ്മാൻ്റെ വായിൽ തോന്നിയതെല്ലാം ഉമ്മ എന്നെ പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഈ വീട് മുടിഞ്ഞു പോയെന്നും എന്നെ കിട്ടിയത് ഷാനുക്കാൻ്റെ നാശാണെന്നും പിന്നെ ഞാൻ വന്നതിന് ശേഷം ഉമ്മാൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടുവെന്നും അങ്ങനെ പലതും പറഞ്ഞു. എന്നിട്ട് അതെല്ലാം നീ കേട്ടു നിന്നോ? തിരിച്ച് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. ഷാനുക്ക എന്നോട് പറഞ്ഞതാ,
ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി കൊടുക്കണമെന്ന്, കേട്ട് നിൽക്കരുത് എന്നും ഞാൻ ഷാനുക്കാക്ക് വാക്കും കൊടുത്തതാ. ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ തക്കതായ മറുപടി കൊടുക്കുമെന്ന്. പക്ഷേ അപ്പോൾ ഷാനുക്ക പറഞ്ഞു തന്നതെല്ലാം ഉമ്മാനെ വേദനിപ്പിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ കേട്ട് നിൽക്കാൻ അല്ലാതെ മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല ആദി. ഷാനു ധൈര്യം പകർന്നു തന്നിട്ടും എന്തിനാ അവർക്ക് മുമ്പിൽ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? നിന്റെ മൗനമാണ് ഉമ്മ എന്നും പറയാനുള്ള അവസരമായി എടുക്കുന്നത്. ആവശ്യമില്ലാതെ അവർ വഴക്ക് പറയുമ്പോഴേ മിണ്ടാതെ നിൽക്കാൻ പാടില്ല. കുറച്ച് ഭക്ഷണം താഴെപ്പോഴെന്ന് കരുതി ഇത്രയൊക്കെ വഴക്ക് പറയണോ? അവന് മോനെന്നല്ലല്ലോ ഈ ചെലവിന് കൊടുക്കുന്നത്. ആ തള്ള പറയുന്നത് ഞാനെങ്ങാനും കേൾക്കണമായിരുന്നു, അപ്പോൾ കൊടുത്തതിന് മറുപടി. അതല്ലാതെ ഉമ്മ വഴക്ക് പറഞ്ഞതിന് എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ ഞാൻ ഷാനുക്കാൻ്റെ നാശാണെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിലൊരു കുത്തി കിട്ടിയതുപോലെ. നാശാണോ ഞാൻ ശരിക്കും ഷാനുക്കാൻ്റെ? അതെ പറ, ആദ്യം പറ. ആണോ? ആണേ എന്താ നീ പറഞ്ഞു വരുന്നത്? ഞാൻ ഷാനുക്കാൻ്റെ ജീവിതത്തിലേ നിന്ന് മാറിക്കൊടുക്കാം. ഓഹോ, അപ്പം മറ്റൊരാൾ പറഞ്ഞാൽ മാറിക്കൊടുക്കാൻ പറ്റുന്ന സ്നേഹമേ നിനക്ക് അവനോടുള്ളൂല്ലേ? അതല്ല ആദി, എനിക്കൊന്നും കേൾക്കണ്ട. വിവരമില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്? ഇപ്പോൾ താഴെ നടന്ന സംഭവം എങ്ങാനും ഷാനു അറിഞ്ഞാൽ ഈ തള്ള വീടിൻ്റെ പടിക്ക് പുറത്താവും. വേണ്ട ആദി, ഷാനുക്കാനോട് ഒന്നും പറയണ്ട. ഇപ്പോൾ ഷാനുക്കാക്ക് വേണ്ടതേ അത് മനസ്സമാധാനമാണ്. അത് നമ്മളായിട്ട് നശിപ്പിക്കണ്ട. എങ്കിൽ വാ, വൈകിയാലേ സാറിന് എന്തെങ്കിലും സംശയം വരും. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ ആ ഷാഹിക്ക് എന്തോ ജോലി ശരിയായെന്ന് പറഞ്ഞല്ലോ. എന്ത് ജോലിയാണെന്ന് ഉമ്മയോട് പറഞ്ഞോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ജോലി കിട്ടിയത് കൊണ്ട് എനിക്ക് പകൽ അവൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. ഒരു സമാധാനത്തിലാണ് ഞാൻ. ജോലിയിൽ ഉറച്ചു നിന്നാൽ അല്ലേ ഇവൻ്റെ സ്വഭാവം വെച്ച് അതിന് സാധ്യത കുറവാ. നമുക്ക് നോക്കാം. ആദ്യം ഷാനുവിന് മെഡിസിൻ കൊടുക്കുമ്പോഴാണ് പാതി ചാരിയിട്ട ഡോറിൽ ആരോ മുട്ടുന്നത്. ജിനു ബാത്റൂമിലായതുകൊണ്ട് ആദ്യം തന്നെയായിരുന്നു ഡോർ തുറന്നത്. ആ നീ ആയിരുന്നോ? വരൂ. ആ ആരാ ആദി? അത് റിനു ആണ്. ഉറങ്ങാനായോ ആദി? ഇല്ല, സാറ് മെഡിസിൻ കഴിക്കായിരുന്നു. ഞാൻ കരുതി നിങ്ങൾ ഉറങ്ങുമെന്ന്. പിന്നെ ചെറിയൊരു സംശയം വെച്ച് നടന്നതാ. ഉറങ്ങാൻ ഇനിയും സമയമുണ്ട്. നീ ഇരിക്കേ. ചെയർ ചൂണ്ടിക്കൊണ്ട് ഷാനു പറഞ്ഞു. ചേച്ചിയുടെ അപേക്ഷ എന്തായി? സ്വീകരിച്ചോ അത് തൊള്ളിയോ? സ്വീകരിച്ചിട്ടുമില്ല, തള്ളിയിട്ടില്ല. അങ്ങനെ ഒരു നിലപാടിലേ നിൽക്കുന്നത്. മിക്കവാറും അപേക്ഷ തള്ളാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടാളും ഏത് അപേക്ഷയുടെ കാര്യം പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അവർ പറയുന്നത് മനസ്സിലാവാതെ ഷാനു ചോദിച്ചു. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം അവൾ ഷാനുവിനോട് പറഞ്ഞു. അവനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ വെറുതെ അവനോട് ചോദിച്ച് അവനെ ദേഷ്യമാക്കണ്ട. ഒരു ദിവസം നിൽക്കാൻ അനുവാദം കിട്ടിയില്ലേ, അത് തന്നെ ഒരു ഭാഗ്യല്ലേ. പിന്നെ നീ ഇവിടേക്ക് വരുന്നത് പൊതുവേ നിൻ്റെ ഉമ്മാക്കും വീട്ടുകാർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. വെറുതെ അവർക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്യണ്ട കേട്ടോ. വെറുതെ എന്തിനാ എല്ലാവരെയും ഇഷ്ടക്കേട് സമ്പാദിക്കുന്നത്? അത് കേട്ടുകൊണ്ടാണ് ജിനു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇല്ല ഷാനുക്ക, ഞാൻ നാളെ പോവും. പിന്നെ ഇക്കാനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നുള്ളൂ. അവൻ സമ്മതം പറഞ്ഞാൽ മാത്രം നിന്നോ. അല്ലാതെ അവനോട് വാശി പിടിച്ച് സമ്മതം ചോദിക്കണ്ട. അത് നിൻ്റെ ലൈഫിനെ ബാധിക്കൂട്ടോ. ഷാഹിക്ക് ജോലി കിട്ടിയത് ഷാനുക്ക അറിഞ്ഞോ? ആ ആദ്യം പറഞ്ഞു. പക്ഷേ എന്ത് ജോലിയാണെന്ന് അവനറിയില്ല. സെയിൽസ്മാനായിട്ടാ. പാർട്ട് ടൈം ജോബാണ്. ഹോ, പാർട്ട് ടൈം ആണോ? ആദ്യ നിരാശയോടെ ജിനുവിനെ ഒന്ന് നോക്കി. ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നു. പക്ഷേ പാർട്ട് ടൈം എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവളുടെ സന്തോഷം മാഞ്ഞു. എന്നാ ജോയിൻ ചെയ്യേണ്ടത്? നാളെ. സ്ഥലം എവിടെയാണ്? നമ്മുടെ ടൗണിലുള്ള ഒരു ഷോപ്പുണ്ടല്ലോ, അതിൽ തന്നെ. എന്തായാലും അവന് ജോലിക്ക് പോയി നല്ലപോലെ ആവട്ടെ. അല്ലാതെ എത്തേന്ന് വിചാരിച്ച വീട്ടിൽ നിൽക്കുക. അതെ, ഈ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാലേ അവൻ്റെ ഡ്യൂട്ടി ചെറുതൊന്നല്ല. ആദ്യം പറഞ്ഞത് കേട്ട് അവരെ തന്നെ അവർ നോക്കി നിന്നു. നല്ല പെരുമാറ്റം, നല്ല സംസാരം. നല്ല സംസാരം എന്ന് പറഞ്ഞാലേ മാന്യതയോടെയുള്ള സംസാരമാവണം. പിന്നെ ആത്മവിശ്വാസവും സത്യസന്ധതയും എല്ലാം വേണം. അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയവനാവണം ഒരു സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇവനെപ്പോലെ ഒന്നിനും കൊള്ളാത്തവനാ പോയാലേ ഒരു ദിവസം തികച്ചും അവിടെ നിൽക്കുമെന്ന് സംശയമാണ്. പോത്ത് പോലെ വളർന്നില്ലേ? അപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ്റെ ഭാവി നല്ലതുപോലെ മുൻപോട്ട് പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം അവനിലില്ലെങ്കിൽ അവൻ ഉണ്ടാക്കിയെടുക്കണം. അവിടെയാണ് അവൻ്റെ മുടുക്ക്.
ആ അങ്ങനെയായാൽ അവന് കൊള്ളാം. ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.